CPM ദുർബലമാകുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുക മറ്റു പാർട്ടികൾക്കല്ല, BJPക്കാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയാണ്. 13 മന്ത്രിമാർ തോറ്റു കഴിഞ്ഞുള്ള വിലയിരുത്തലാണിത്. എന്ത് വിലയിരുത്തലാണ് എനിക്ക് മനസ്സിലായില്ല. പ്രതിപക്ഷം ക്ഷീണിച്ചാലും ഭരണപക്ഷം ക്ഷീണിച്ചാലും അതിൻ്റെ നേട്ടം കൊയ്യാൻ ഒരു പാർട്ടി ഉണ്ട് എന്ന് എല്ലാവരും കരുതിയിരിക്കേണ്ടതാണ്. ഭരണപക്ഷത്ത് വരുന്ന ജീർണത അപ്പോൾ ചൂണ്ടിക്കാണിക്കാനും അവരെ വിമർശിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവണം. തിരുത്തലുകൾ അല്ലെങ്കിൽ വിമത സ്വരങ്ങൾ ഒന്നല്ല, ഇപ്പോൾ ഒട്ടനവധിയായി. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വം, തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞു. അവിടെയും സംസ്ഥാന സെക്രട്ടറി തിരുത്തി. ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈ എടുക്കണം. ആ രേഖയിൽ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. പാർട്ടി സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പാർട്ടി സാധാരണ എല്ലാ സന്ദർഭങ്ങളിലും കാര്യങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. ശ്രീ MN കാരശ്ശേരി, തെരഞ്ഞെടുപ്പിന് ശേഷം വിമത സ്വരങ്ങൾ ഉയരുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ കഴിഞ്ഞ 10 വർഷക്കാലം ഒരൊറ്റ മുഖം, ഒരൊറ്റ നേതാവ്, ഒരൊറ്റ ശബ്ദമായിരുന്നു. അവിടെ നിന്ന് പാർട്ടിയിൽ ശബ്ദങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. ഇതൊരു മാറ്റമാണോ, നല്ലതിനാണോ? ആര്യ, എൻ്റെ പ്രധാനപ്പെട്ട പ്രയാസം നമ്മുടെ പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ നമ്മുടെ ഭരണപക്ഷം പെട്ടെന്ന് ജീർണിക്കും. നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം ശക്തമാണ് എന്ന് പറയാൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. തീർച്ചയായിട്ടും അവർ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്, ഉറച്ചു നിൽക്കേണ്ടതാണ്. അതിനു പകരം ഇപ്പോൾ കാണുന്നതൊക്കെ വളരെ അനാരോഗ്യകരമായ കാര്യങ്ങളാണ്. പാർട്ടിക്കകത്തോ പുറത്തോ കഴിഞ്ഞുപോയ 3 ഇലക്ഷനിലും, ലോക്സഭാ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, ഈ 3 ഇലക്ഷനിലും ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് സ്വയം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം വിഴിഞ്ഞത്തെ MD മാറ്റിയ വലിയ ചർച്ചാ വിഷയമാണ്. അതിപ്പോൾ വിഴിഞ്ഞത്തെ MD ശ്രീമതി ദിവ്യ അയ്യരെ മാറ്റിയത് അദാനിയുമായി കള്ളക്കണക്ക്, കൈക്കൂലി, അഴിമതി അതിൻ്റെ സൗകര്യത്തിനാണ് എന്ന് പറയാൻ വേണ്ടി ആയിരിക്കാം. അവരെല്ലാവരും പ്രതിപക്ഷത്തുള്ള CPMലുള്ള എല്ലാ നേതാക്കന്മാരും അങ്ങനെ അഭിപ്രായമില്ല. ശ്രീ ജയരാജൻ അങ്ങനെ പറയാൻ പാടില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ വേറെ ഒരു അപകടം കാണുന്നത്, CPM ദുർബലമാകുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുക മറ്റു പാർട്ടികൾക്കല്ല, BJPക്കാണ്. അത് ഞാനിപ്പോൾ പറയുന്നത് മാത്രമല്ല, CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ KK രാഗേഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം ക്ഷീണിച്ചാലും ഭരണപക്ഷം ക്ഷീണിച്ചാലും അതിൻ്റെ നേട്ടം കൊയ്യാൻ ഒരു പാർട്ടി ഉണ്ട് എന്ന് എല്ലാവരും കരുതിയിരിക്കേണ്ടതാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വിജയത്തിൻ്റെ അമ്മയ്ക്ക് ധാരാളം ഭർത്താക്കന്മാരുണ്ട്, തോൽവിയുടെ അമ്മ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയാണ്. 13 മന്ത്രിമാർ തോറ്റു കഴിഞ്ഞുള്ള വിലയിരുത്തലാണിത്. എന്ത് വിലയിരുത്തലാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ അബദ്ധങ്ങളൊക്കെ പറ്റിയത്, അല്ലെങ്കിൽ അപകടങ്ങൾ പറ്റിയത്, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തത് ആരാണ്? അവർ തൽക്കാലം മാറി നിൽക്കണം എന്ന് പറയുന്നതാണല്ലോ തിരുത്തലിൻ്റെ ഒന്നാമത്തെ പണി. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തലെങ്കിൽ പിന്നെ എന്താ പഠിക്കാനുള്ളത്? അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ 50 MLA തോറ്റത് എന്നതിനൊക്കെ ഒരു മറുപടി വേണമല്ലോ. പിന്നെ ഇപ്പം തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ CPM CPI തർക്കം വളരെ രൂക്ഷമായി വരുന്നുണ്ടെന്നാണ് വാർത്തകൾ കാണുന്നത്. അതുപോലെ CPMനകത്ത് പണ്ട് പിണറായി VS ഗ്രൂപ്പ് വഴക്ക് എത്രയോ കാലം നിലനിന്ന മാതിരി
പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് എന്ന് വാർത്തകളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ പ്രതിപക്ഷം വളരെ ശക്തമായി ഐക്യത്തോടുകൂടി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആവശ്യം. ശരി. കാരണം ഭരണപക്ഷത്ത് വരുന്ന ജീർണത അപ്പോൾ ചൂണ്ടിക്കാണിക്കാനും അവരെ വിമർശിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവണം. അതുകൊണ്ടാണ് മന്ത്രിക്കുള്ള അതേ സ്ഥാനം പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്നത്. ക്യാബിനറ്റ് റാങ്കാണല്ലോ അദ്ദേഹത്തിന്. അത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണത്. മന്ത്രിസ്ഥാനം പോലൊരു സ്ഥാനമാണത്. അത് പലപ്പോഴും ജനങ്ങൾ മറന്നു പോവും, പാർട്ടിക്കാരും മറന്നു പോവും. അതുകൊണ്ട് ഈ വഴക്കിനെ പറ്റി സത്യത്തിൽ ഞാൻ ഒട്ടും സന്തുഷ്ടനല്ല. കാരണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് പകരം ആ പാർട്ടി തിരുത്തി നേരെയാക്കാൻ എന്താ വേണ്ടതെന്ന് ആലോചിക്കേണ്ടത്. ശരി.